ആര് VT ബൽറാം. ആ ആരാ VT ബൽറാം വിജയിക്കുന്നു. അപ്പൊ ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? ആരാ ജയിക്കുന്നത് പറയാൻ പറ്റില്ല, കട്ട മത്സരം. ഭയങ്കര കോമ്പറ്റീഷൻ ആണോ? MP രാജേഷ് വിജയിക്കും. ഇപ്പോഴത്തെ ഈ മന്ത്രി ഉണ്ടല്ലോ, ഈ 2-3 മാസം ഒരു പ്രഹസനമാണ്. 99% രണ്ടാൾക്ക് സാധ്യത ഉണ്ട്. ആരാ ജയിക്കാവൊക്കെ ഭാഗ്യം പോലെ. MP രാജേഷ് അല്ലാതെ ആരും ജയിക്കാം. MP രാജേഷ് വിജയിക്കും. 4.5 വർഷം വരെ ഇവിടെ ഇരുന്നു, ഒരു വികസനം ചെയ്യാതെ. ചേട്ടന് VT ബൽറാം ഒരു കട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അറിയില്ല, എന്തായാലും ജയിക്കുള്ളൂ ഇവിടെ. എന്തായാലും നമുക്ക് ഇതന്നെ ഓടിക്കണ്ടേ, ലാസ്റ്റ് ഒന്നും കിട്ടാൻ പോണില്ല. എല്ലാ കണ്ണുകളും തൃത്താലയിലേക്ക്. തൃത്താലയിൽ സ്റ്റാർ കാൻഡിഡേറ്റ്സ് ആണ് മത്സരിക്കുന്നത്. ഇവിടെ മന്ത്രി മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ്. CPM-ന് വേണ്ടി MP രാജേഷ് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ തന്നെ യുവമുഖമായ VT ബൽറാമാണ്. ഇപ്പോൾ സിറ്റിംഗ് MLA-യും മുൻപ് MLA ആയിരുന്ന VT ബൽറാമും തമ്മിൽ മികച്ച പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരം തൃത്താലയിൽ ആഞ്ഞടിക്കുമോ എന്നുള്ള ചോദ്യവുമായി നമ്മൾ തൃത്താലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ BJP കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് V ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ്. ജനസമ്മതിയുള്ള ഒട്ടേറെ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് അദ്ദേഹവും. അപ്പോൾ തൃത്താല എന്ത് പറയുന്നു എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ ആരാ ജയിക്കാൻ പോകുന്നത്? പിന്നെ എന്താ കഴിഞ്ഞ തവണ തോപ്പിച്ച് കളഞ്ഞത്? കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞ ജനങ്ങളല്ലേ തെരഞ്ഞെടുക്കണേ, ഇപ്പൊ നേരെ തിരിച്ചു. തൃത്താല പറയുന്നു VT ബൽറാം ജയിക്കുവാണോ? പറയൂ, തൃത്താലയിൽ ആര് ജയിക്കും? വരും ഇങ്ങോട്ട് വാ. തൃത്താലയില് ടൈറ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത്. ടൈറ്റ് ഫൈറ്റ് തന്നെയാണ്. ടൈറ്റ് ഫൈറ്റ് ആണ്. രണ്ടാളും കഴിഞ്ഞ പ്രാവശ്യം ബൽറാം ചെറിയ മാർജിനിലാണ് തോറ്റിട്ടുള്ളത്. ഇക്കുറി എന്താന്ന് വെച്ചാല് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്നു. അതും കൂടി ആകുമ്പോൾ ചിലപ്പം ഈ ബൽറാം കയറി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും നല്ല ഫൈറ്റാണ് തൃത്താലയിൽ നടക്കുന്നത്. അതെ, BJP-യുടെ സാധ്യത എത്രത്തോളാണ് ഇവിടെ? BJP-യിൽ തൃത്താലക്ക് വലിയ സാധ്യത കാണുന്നില്ല. ഇല്ല. ഇത്തവണ തൃത്താലയിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? ആരാന്നറിയില്ല. ഉപകാരമുള്ളവർ ജയിക്കട്ടെ. ആരാണ് ഉപകാരമുള്ളവരായിട്ട് തോന്നിയിട്ടുള്ളത്? അറിയില്ല. ഇത്തവണ തൃത്താലയിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? ജയിക്കാൻ പോകുന്ന ഉറപ്പൊന്നുമില്ല, ആരെങ്കിലും ഉണ്ടാവും. എന്നാലും ഇവിടുത്തെ ജനസ്പന്ദനം എന്താണ്? അത് ഒന്നും പറയാൻ പറ്റില്ല. ഇല്ല, ഒന്നും തോന്നുന്നില്ല. മന്ത്രിയുടെ മണ്ഡലമല്ലേ, ഒരു അഭിപ്രായം പറയൂ. എന്തായാലും നമുക്ക് ഇതന്നെ ഓടിക്കണ്ടേ, ലാസ്റ്റ് ഒന്നും കിട്ടാൻ പോണില്ല. ചേട്ടാ, ഇത്തവണ തൃത്താലയിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? MP രാജേഷ് വിജയിക്കും. നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു മന്ത്രിയായതിന്റെ വികസനം ഇവിടെ എത്തിയിട്ടുണ്ടോ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ തൃത്താല കുമ്പിടി കാങ്കപ്പുഴ ബ്രിഡ്ജ്. അതുപോലെ ഇവിടുത്തെ ഒട്ടുമിക്ക സ്കൂളുകളും കൊണ്ട് നോക്കിക്കോളി, 3 കോടി രൂപ കിഫ്ബി വഴിയാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ സ്കൂളും ഇപ്പം മേഴത്തൊരു സ്കൂളിൽ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കണം. നാഗലശ്ശേരി സ്കൂളിൽ ഉദ്ഘാടനം കഴിഞ്ഞു. ആനക്കര സ്കൂളുകളിൽ, അങ്ങനെ എല്ലാവിധ സ്കൂളുകളിലും നോക്കിക്കോളും. ആ മന്ത്രി എന്ന നിലക്കുള്ള പുരോഗതി ഇവിടെ ഈ മണ്ഡലത്തിൽ എന്തായാലും ഉണ്ട്, എത്തിയിട്ടുണ്ട്. ഈ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുമ്പോഴും ഇവിടെ വീണ്ടും MLA തുടരുമെന്നാണ്. തീർച്ചയായിട്ടും. ചേട്ടാ, ഇത്തവണ തൃത്താലയിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? തൃത്താലയില് MP രാജേഷ് അല്ലാതെ ആരും ജയിക്കാം. MP രാജേഷ് വിജയിക്കും. പിന്നെന്താ സംശയത്താണ്? നല്ല 10 കൊല്ലം ബൽറാമിനെ കൂടെ എന്തുണ്ടാക്കി, എന്തുണ്ടാക്കിയത് MP രാജേഷ് ജയിക്കാം. കാരണം വെച്ചാൽ ഇവിടെ പിന്നെ തൃത്താല ഹോസ്പിറ്റൽ ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് 57 പിന്നെ വികസനങ്ങളെ കൊടുത്തു. തൃത്താല കാങ്കപ്പുഴ റെഗുലേറ്റർ ബ്രിഡ്ജ്, പിന്നെ ഇവിടെ പിന്നെ കൂത്തക്കടവ് ഒക്കെ പോരെ. എന്തിനാ പിന്നെ നമ്മുടെ MLA നമുക്ക് വീണ്ടും വേണമെന്നാണ് പറയുന്നത്. വേണം, രാജേഷ് വരണം, അതാണ് നമുക്ക് ആവശ്യം. MP രാജേഷ് വരണം. ഇത്തവണ തൃത്താലയിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? എന്റെ സംശയം MP രാജേഷ് വിജയിക്കുമെന്നാണ്. നല്ല MLA ആയിരുന്നോ? നല്ല MLA ആയിരുന്നു. നല്ല MLA. VT ബൽറാം വരണ്ട എന്നാണോ? വരണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. MP രാജേഷ് വിജയിക്കാനാണ് സാധ്യത. പക്ഷെ വലിയൊരു ഫൈറ്റ് നടക്കുമോ ഇവിടെ? ഫൈറ്റ് ഉണ്ടാവും. അവസാനം MP രാജേഷ് വിജയിക്കും. ഇത്തവണ തൃത്താലയിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? അതിപ്പോ നമുക്ക് വ്യക്തിപരമായി പറയാൻ പറ്റില്ല. ഇല്ല, കാരണം രണ്ടും നല്ല കട്ടക്ക് മത്സരമാണ്. അപ്പൊ എന്ത് സംഭവിക്കാം? ചേട്ടാ, ഇത്തവണ തൃത്താലയിൽ ആര് വിജയിക്കും? VT ബൽറാം തൂക്കും. VT ബൽറാം തൂക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇവിടുത്തെ MLA, മന്ത്രിയായിരിക്കുന്ന MLA പോരാന്നാണോ? പോരാന്നല്ല, ഒരു ആവറേജ്. മുന്നേ
വീട്ടിൽ ബൽറാമൻ ഫസ്റ്റ് ടൈം കൂടെ വന്നിട്ട് ഒരുപാട് വികസിച്ച കാര്യമാണ്. രണ്ടാം ടൈമിൽ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ കുറച്ച് ഡിമ്മായി. അപ്പോൾ ആദ്യത്തെ ഒരു 5 വർഷം ഉണ്ടല്ലോ, ആ ഒരു ഗെറ്റപ്പിന് തൃത്താല VT ബൽറാം തൂക്കും. തൃത്താലയിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? ബൽറാം. VT ബൽറാം. ഇത് VT ബൽറാമിന്റെ കോട്ടയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VT ബൽറാം ഇവിടെ തൂക്കും. ഉറപ്പായിട്ടും. ഇത്തവണ തൃത്താലയിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? ആരാ ജയിക്കുന്നത് പറയാൻ പറ്റില്ല. കട്ട മത്സരം, ഭയങ്കര കോമ്പറ്റീഷൻ ആണോ? എന്തുകൊണ്ടാണ്? പറയാൻ പറ്റില്ല. നല്ല കാൻഡിഡേറ്റ്സ് ആണ്. ടൈറ്റ് മത്സരം. ത്രികോണ പോരാട്ടം ഉണ്ടോ? അതോ രണ്ടുപേരുടെ പോരാട്ടം? BJPക്ക് സാമാന്യ വോട്ട്, അവരെ വോട്ടാർ പിടിക്കണ്ടാവും, എന്നാലും ജയിക്കാൻ വോട്ടൊന്നും ഉണ്ടാവില്ല. ഇല്ല. ഇപ്പോ മന്ത്രിയെ തോൽപ്പിക്കുമോ തൃത്താല? പറയാൻ വയ്യ. ഈക്വലാണ്. കനത്ത പോരാട്ടമാണ് തൃത്താല കാണാൻ പോകുന്നത്. രണ്ടാൾക്ക് സാധ്യത ഉണ്ട്. ആരാ ജയിക്കാവോ ഭാഗ്യം പോലെ. ഇപ്പോഴത്തെ MLA എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ MLA കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ചേട്ടാ, ഇത്തവണ ആരാണ് തൃത്താലയിൽ വിജയിക്കാൻ പോകുന്നത്? സംശയമൊന്നുമില്ല, ബൽറാം വിജയിക്കും. ചേട്ടന് VT ബൽറാമിന്റെ ഒരു കട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അറിയില്ല, എന്തായാലും ബൽറാം ജയിക്കുള്ളൂ ഇവിടെ. ഞാനിങ്ങനെ വരുന്ന വഴിക്ക് 1000 കോടിയുടെ വികസനമൊക്കെ MB രാജേഷ് ഇവിടെ കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? കാണുന്നുണ്ട് ഇവിടെ? വന്നത് കാണുന്നില്ല. കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ കാണുന്നില്ല. ഇല്ല. VT ബൽറാം ജയിക്കും. VT ബൽറാം കൊണ്ടുവന്ന വികസനത്തെ തുടർച്ചയായി കൊണ്ടുവന്നേ ഉള്ളൂ, അല്ലാണ്ട് ബൽറാം കൊണ്ടുവന്ന വികസനം ആവശ്യം. ഇപ്പൊ പിണറായി സർക്കാർ ചെയ്യുന്നത് പോലെ പണ്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പല കാര്യങ്ങളും എടുത്തു നടത്തുന്നു. അതുപോലെ ഇവിടെ അത്രേ ഉള്ളൂ. ഇപ്പൊ VT ബൽറാം വരണമെന്നാണ്. തൃത്താലയുടെ യുവജനങ്ങൾ സംസാരിക്കുകയാണ്. തൃത്താലയിൽ ആരാണ് വിജയിക്കാൻ പോകുന്നതെന്ന് ചോദിക്കാം. ആരാ വിജയിക്കാൻ പോകുന്നത്? MB രാജേഷ് വിജയിക്കുന്നതാണ്. VT ബൽറാം ആര് വിജയിക്കും? VT ബൽറാം. ആരാ? VT ബൽറാം വിജയിക്കുന്നു. അപ്പൊ ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? കണ്ടറിയാം. ഇപ്പോഴത്തെ MLA എങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്നുള്ളൂ. അഭിപ്രായമുള്ള കുട്ടികളാണ് ഇവിടെ തൃത്താലയിലുള്ളത്. അപ്പൊ VT ബൽറാം വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മാറി ഭരിക്കണം, അത്രേ ഉള്ളൂ. മാറ്റങ്ങൾ കാണണം. അതത്രേ ഉള്ളൂ. അത് ന്യായമായ ആവശ്യമാണ്. അപ്പൊ VT ബൽറാം വന്ന് എന്ത് ചെയ്യും നമുക്ക് നോക്കണം, അല്ലേ? അത്രേ ഉള്ളൂ. തൃത്താലയിൽ ആര് വിജയിക്കും? VT ബൽറാം വിജയിക്കും. MB രാജേഷ് മാറണം, അതാണ് ആഗ്രഹം. അതെ. ആര് വിജയിക്കും? MB രാജേഷ് വിജയിക്കും. നല്ല MLA ആയിരുന്നോ? മന്ത്രി ആയതുകൊണ്ട് വീണ്ടും ഇവിടെ തന്നെ വേണം എന്നാണ് ആഗ്രഹം. അതെ. എന്താണ് ചേട്ടന്റെ ഒരു വിലയിരുത്തൽ? എന്റെ വിലയിരുത്തൽ പറഞ്ഞിട്ടുണ്ടെച്ചാല് രാജേഷ് ജയിക്കാനൊരു സാധ്യത ഉണ്ട്, പക്ഷെ ഞാൻ പാർട്ടിക്കാരനൊന്നല്ല. ഓക്കെ. അപ്പൊ VT ബൽറാമിന്റെ സാധ്യതയോ? VT ബൽറാം അതാ പറഞ്ഞു, ടൈറ്റ് ആണ് മനസ്സിലാവും. പറയൂ. VT ബൽറാം വിജയിക്കും. വേണം. VT ബൽറാം വരണം എന്നാണ് ആഗ്രഹം. ഇപ്പോഴത്തെ MLA ഭരണം എങ്ങനെയുണ്ട്? ഇവിടെ വികസനമൊക്കെ നടക്കുന്നുണ്ടോ? വികസനം പറഞ്ഞ ഈ ഭാഗത്ത് വലിയ വികസനം ഇല്ല. പുറമൊക്കെ വികസനമൊക്കെ ഉണ്ടാവും, ഇവിടെ ഒന്നും നടത്തിയിട്ടില്ല. അതാ പേരെന്നെ ഉള്ളൂ. ഇപ്പൊ ലാസ്റ്റ് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ പുരോഗമനം കാണാനില്ല, ഒന്നുമില്ല. അപ്പൊ VT ബൽറാം ജയിക്കും. അത്രേ ഉള്ളൂ. അതെ. ഇവിടെ ഈ ഇപ്പോഴത്തെ ഈ മന്ത്രി ഉണ്ടല്ലോ, ഇപ്പൊ ഈ 2-3 മാസം ഒരു പ്രഹസനമാണ്. റോഡിനൊരു മോടി പിടിപ്പിക്കൽ. ഇത് 4.5 വർഷം വരെ ഇവിടെ ആയിരുന്നു, ഒരു വികസനം ചെയ്യാതെ. VT ബൽറാം വരണം. ഇത്തവണ തൃത്താലയിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? MB രാജേഷ് വിജയിക്കും. നല്ല ഭരണമായി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു, അതുകൊണ്ട് വീണ്ടും വരണമെന്നാണ്. അപ്പൊ VT ബൽറാമോ? ഒന്നും പ്രശ്നമില്ല, ഞങ്ങൾക്ക് MB രാജേഷ് വരണം. ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. തൃത്താലയിൽ ഇത്തവണ ആരാണ് വിജയിക്കാൻ പോകുന്നത്? ബൽറാമായിരിക്കും. VT ബൽറാം വിജയിക്കും. ഈ നമ്മുടെ തൃത്താല ഫുള്ള് പറയുന്നത് അങ്ങനെയാണോ? തൃത്താല 99% ബൽറാമായിരിക്കും. പോകരുത്. ആണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് തൃത്താല. ടിവിയുടെ മുന്നിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാകും തൃത്താല. ഇവിടെ മന്ത്രിയായിരിക്കുന്ന MB രാജേഷും അതുപോലെ തന്നെ മുൻ MLA ആയ VT ബൽറാമും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുമാണ് മത്സരിക്കുന്നത്. ഇവിടെ പോരാട്ടം നടക്കാൻ പോകുന്നത് VT ബൽറാമും MB രാജേഷും തമ്മിലാണ്. ജനം പറയുന്നത് ഭരണമാറ്റം വേണമെന്നും ഇവിടെ വികസനം നടന്നിട്ടുണ്ടെന്നും അങ്ങനെ പല അഭിപ്രായങ്ങൾ ഇവിടെയുണ്ട്. എന്തു തന്നെയായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്കറിയാം തൃത്താല ആരെ തിരഞ്ഞെടുത്തുവെന്ന്. തൃത്താലയിൽ നിന്നും ക്യാമറമാൻ ഫഹദിനൊപ്പം മേഘ ജസ്റ്റിൻ, നേഷൻ ഫസ്റ്റ്.